everyone, so I am back with another video. Today we are going to learn a new poem. The Soul Selects Her Own Society, written by Emily Dickinson. Emily Dickinson is a very famous American poet. She is well known for certain themes like love, death, spirituality, power of nature, and everything. And let me tell you something. One of the most important features of Emily Dickinson's poetry is that most of them didn't have any title. എമിലി ഡിക്കിൻസൻ്റെ പോയട്രിയുടെ മേജറായിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ടൈറ്റിൽ, ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു ടൈറ്റിൽ കാണത്തില്ല. എപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെയായിരിക്കും അതിൻ്റെ ടൈറ്റിലായിട്ട് എടുത്തു പറയുന്നത്. ആൻഡ് യു നോ വാട്ട് ഈസ് നെക്സ്റ്റ്. സോ ലെറ്റ്സ് റിസൈറ്റ് ദ പോം. The soul selects her own society, then shuts the door. To her divine majority, present no more. Unmoved, she nods the chariots, pausing at her low gate. Unmoved, an emperor be kneeling upon her mat. I have known her from an ample nation. Choose one, then close the valves of her attention like stone. Here in this poem, the poet is trying to convey us something. The way she chooses her companions. നമ്മൾ എപ്പോഴും നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്നതിൽ എപ്പോഴും നമ്മൾ ചൂസി ആയിട്ടിരിക്കണം. നമ്മളുടെ സോളിന് മനസ്സിലാവും ആരൊക്കെയാണ് നമ്മളുടെ കൂടെ വേണ്ടുന്നത്, ആരെയൊക്കെ നമുക്ക് ഒഴിവാക്കണമെന്ന്. അപ്പം എമിലി ഡിക്കിൻസനും അതാണ് പറയുന്നത്. എൻ്റെ സോള് എനിക്ക് വേണ്ടുന്ന കമ്പാനിയൻസിനെ ചൂസ് ചെയ്യും. ചൂസ് ചെയ്ത കമ്പാനിയൻസിനെ ഉള്ളിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആ ഡോർ അങ്ങ് അടയ്ക്കും. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്ക് അകത്തോട്ട് ആക്സസ് ഇല്ല. എപ്പോഴും എൻ്റെ സോള് ചൂസ് ചെയ്യുന്ന ആരെയാണോ അവർക്ക് മാത്രമേ എന്നിലേക്ക് ആക്സസ് ഉള്ളൂ. അവരെയാണ് ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകി എൻ്റെ ജീവിതത്തിലേക്ക് വെച്ചേക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യമെടുത്താലും അവർ കഴിഞ്ഞേ എനിക്കുള്ളൂ. ബിക്കോസ് എൻ്റെ സോളാണ് അവരെ ചൂസ് ചെയ്തത്. എൻ്റെ സോളിന് നല്ല ഭംഗിയായിട്ടറിയാം ആരെ വേണം ആരെ വേണ്ട എന്ന്. ഇങ്ങനെ കുറച്ച് കമ്പാനിയൻസിനെ നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റി വച്ചതിന് ശേഷം കറക്റ്റായിട്ടൊരു ബൗണ്ടറി ഇടും. ആ ബൗണ്ടറിക്ക് പുറത്ത് നിന്നിട്ട്, ആ ടെറിറ്ററിയുടെ അകത്തോട്ട് കയറാൻ ആരെയും സമ്മതിക്കത്തില്ല. ആ ടെറിറ്ററിക്ക് പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ മതി ബാക്കി എന്തും. അതായത് നമ്മളുടെ സോള് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് പേരെ ഉള്ളിലേക്ക് കയറ്റാൻ, കുറച്ച് പേരെ അവിടെ തന്നെ നിർത്തിയാൽ മതി, അതാണ് നമുക്ക് സേഫ് ആയിട്ടുള്ളത് എന്ന് വിചാരിച്ചാണ് ആൾക്കാരെ തന്നെ ക്ലാസിഫൈ ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ അവരെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എപ്പോഴും ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സോൾ സെലക്ട് ചെയ്ത് നമ്മളുടെ കമ്പാനിയൻസിനെ ആയിരിക്കും. അപ്പം ആ കമ്പാനിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ജീവിക്കുന്നതിനോടാണ് എമിലി ഡിക്കിൻസന് താല്പര്യം. ബാക്കിയുള്ളവരുടെ കാര്യം ആ വഴിക്ക് അങ്ങ് നടന്നോളും. പക്ഷേ എൻ്റെ സോള് ആരെയാണോ എനിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് വെച്ചത്, ഐ നീഡ് ടു വാല്യൂ ദം. അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എന്തും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനോ അല്ലാണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എഫോർട്ട് ഇടുകയോ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുകയോ ഒന്നും വേണ്ട. ഫോക്കസ് കൊടുക്കേണ്ട ആൾക്കാരെ മാത്രമേ എൻ്റെ സോൾ ചൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ട്. അപ്പം അവരെ മാത്രം ഞാൻ നോക്കിയാൽ മതി. പിന്നെ പറയുന്നത് എപ്പോഴും വേൾഡിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. So, according to the poet or Emily Dickinson, what matters the most is the people who are chosen by her soul. ആ സോള് എമിലി ഡിക്കിൻസൺ പറയുന്നത് ആ സോള് ആരെയൊക്കെയാണ് എൻ്റെ കമ്പാനിയൻസ് ആയിട്ട് സെലക്ട് ചെയ്തത് അവർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ വേൾഡ്ലി പ്ലഷർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണും എന്ന് വെച്ച് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊരു മൈൻഡ് എനിക്കില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ എൻ്റെ കൂടെയുള്ള മനുഷ്യർക്ക് തന്നെയായിരിക്കും. എത്ര കാര്യങ്ങളൊക്കെ എൻ്റെ മുൻപിൽ വന്നാലും ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റേൺ ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അതിനൊന്നും എന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. വലിയ വലിയ റിച്ച്നെസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല പല കാര്യങ്ങളും കാണിച്ചുകൊണ്ട് പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെന്നിരിക്കും.
പക്ഷെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എയിം വെച്ചിട്ട്, ഒരു മോട്ടീവ് വെച്ചിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷേ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്ത കമ്പാനിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നിങ്ങളെ സ്വന്തമായി പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും. ഇല്ലാത്ത പക്ഷം നിങ്ങൾ മിക്കവാറും ഈ മെറ്റീരിയലിസ്റ്റിക് പ്ലഷറിൻ്റെ കൂട്ടത്തിൽ അവിടെ ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകും. പക്ഷേ അക്കോർഡിംഗ് ടു എമിലി ഡിക്കിൻസൺ, ഇത്തരത്തിൽ ചാരിയറ്റ്സ് വന്നു നിന്നാലോ, അതൊരു മെറ്റഫറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് നിന്നാൽ പോലും അവരവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് അവിടെ അവർ വാല്യൂ ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിനാണ്. അവരുടെ സോള് സെലക്ട് ചെയ്ത ഹ്യൂമൻ ബീങ്സിന് വേണ്ടി മാത്രമാണ് അവളവിടെ നിൽക്കുന്നത്. ഹിയർ another metaphor is used by the poet, which is emperor. Even when the emperor comes and stands right in front of her, ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എന്നെയും കൂടെ നിങ്ങളുടെ കമ്പാനിയൻസിൻ്റെ കൂട്ടത്തിൽ കയറ്റൂ, എൻ്റെ കയ്യിൽ പവറുണ്ട്, അതോറിറ്റി ഉണ്ട്, ഐ ഹാവ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ എംപറർ തന്നെ അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ കൂടെ നിൻ്റെ കമ്പാനിയൻസിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവത്തില്ല. ബിക്കോസ് എൻ്റെ സോളിനറിയാം ആരെ എടുക്കണം ആരെ എടുക്കരുതെന്ന്. അപ്പം സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നല്ലവണ്ണം അറിയാവുന്ന ഒരു സോളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എംപറർ വന്നിട്ട് എന്തുമാത്രം മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും, എന്തുമാത്രം വെൽത്ത് എനിക്ക് തരാമെന്ന് പറഞ്ഞാലും, എന്തുമാത്രം പവർ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഇതിലൊന്നും ഇതൊന്നും കേട്ടിട്ട് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവത്തില്ല. കാരണം ഞാൻ വാല്യൂ ചെയ്യുന്നത്, വാട്ട് ഐ വാല്യൂ ദ മോസ്റ്റ് ഇസ് മൈ സോൾ, മൈ സോൾസ് എബിലിറ്റി ടു ചൂസ് പീപ്പിൾ. കമ്പാനിയൻസിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന എൻ്റെ സോളിൻ്റെ സെൽഫ് സഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ എഫിഷ്യൻസിയാണ് ഞാൻ എപ്പോഴും എൻ്റെ സ്ട്രെങ്തായിട്ട് കരുതിക്കൊണ്ട് നടക്കുന്നത്. അതൊരിക്കലും ഞാൻ വിട്ടുതരത്തില്ല. ഈ ലോകത്തുള്ള എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാലും എതിർത്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ സോള് പറയുന്നതിനൊപ്പമാണ്, എൻ്റെ സോൾ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തവർക്കൊപ്പമാണ്. അപ്പം വേറെ എന്ത് ഇത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നാൽ പോലും അത് എൻ്റെ മുൻപിൽ എപ്പോഴും പവർലെസ് ആയിട്ട് തന്നെ നിൽക്കും. And the most important thing is, she never doubts the ability of her soul to choose people for her. ആരെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന വളരെ ഈസി ആയിട്ട് തന്നെ അവളുടെ സോള് നടത്തും. ഇനി എത്ര വെറൈറ്റീസിന്, എത്ര ഓപ്ഷൻസിന് വേണമെങ്കിലും എൻ്റെ സോളിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചോളൂ. അതിൽ ദ ബെസ്റ്റ് അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട്, ആ സോളിൻ്റെ ഓണറായിട്ടുള്ള എനിക്ക് വേണ്ടി ആരെയൊക്കെ വേണമെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാനും അതിനെ ചൂസ് ചെയ്യാനും എൻ്റെ സോളിന് അറിയാം. എത്ര റേഞ്ച് ഓഫ് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്താലും അതിൽ നിന്നുള്ള ബെസ്റ്റ് മാത്രമേ എനിക്ക് എൻ്റെ സോൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ ദർ ഈസ് നോ നീഡ് ഫോർ ഡൗട്ടിങ് മൈ സോൾ. എൻ്റെ സോളിനെ ഒരു കാരണവശാലും എനിക്ക് ഡൗട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓൾസോ എൻ്റെ സോളിന് സെലക്ട് ചെയ്യാൻ മാത്രമല്ല അറിയാവുന്നത്, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബൗണ്ടറി വരയ്ക്കാനും അതിനുള്ളിലേക്ക് ആരും കടക്കാത്ത രീതിയിൽ ഡോർസ് എല്ലാം ക്ലോസ് ചെയ്യാനും എൻ്റെ സോളിന് നന്നായിട്ട് അറിയാം. ആ ഡോറ് ക്ലോസ് ചെയ്താൽ പിന്നെ അതൊരു വാൽവ് നമ്മൾ സ്റ്റോൺ വെച്ച് ഇറുക്കി അടയ്ക്കുന്ന പോലെ, വേറെ ആരും കയറാത്ത തരത്തിൽ ആ ഓപ്പണിങ് നന്നായിട്ട് അടച്ചു വെക്കുന്ന തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കാനും എൻ്റെ സോളിനറിയാം. കുറേ ഓപ്ഷൻസിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് എനിക്ക് തരാനും അറിയാം. അതുപോലെ തന്നെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വേറെ ആരും അതിനകത്ത് കയറാതിരിക്കാനും, സെലക്ട് ചെയ്തതിന് ശേഷം വേറെ ആരും അൺവാണ്ടഡ് ആയി കയറാതിരിക്കാനും ഉള്ള പണി ചെയ്തു വെക്കാനായിട്ട് എൻ്റെ സോളിന് വളരെ ഭംഗിയായിട്ട് അറിയാം. സോ അതാണ് ഈ പോയത്തിൻ്റെ ഓവറോൾ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തീംസ് എന്താണെന്ന് നോക്കാം. The poem talks about the selective nature of human connection. ഹ്യൂമൻ ബീങ്സ് റാൻഡമായിട്ട് ചുമ്മാ ആരെങ്കിലും സെലക്ട് ചെയ്യുവല്ല തൻ്റെ കമ്പാനിയൻസ് ആയിട്ട്. നമ്മളുടെ കമ്പാനിയൻസിനെ സെലക്ട് ചെയ്യുന്നതിനൊരു പ്രോസസ്സുണ്ട്. അതെപ്പോഴും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് ദ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ആ ഇൻഡിവിജ്വലിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാച്ച് ആവുന്ന ഒരാളാണോ തൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് വരുന്നത്. എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ സോള് കണ്ടുപിടിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ എപ്പോഴും അത് നമ്മൾക്ക് അനുയോജ്യമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യൻ്റെ ബേസിസിലാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അല്ലാതെ വരുന്നവരെയും പോകുന്നവരെയും എല്ലാം ഒന്നും നമ്മൾ ചൂസ് ചെയ്യത്തില്ല.
എപ്പോഴും അതിൽ ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓൾസോ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നമുക്കുണ്ട്. നമ്മളുടെ സോള് സെൽഫ് സഫിഷ്യൻറ്റ് കൂടിയാണ്. നമുക്കറിയാം ഏതിനെയാണ് വേണ്ടത്. നമ്മൾ വളരെ സെലക്റ്റീവാണ്, നമ്മൾ വളരെ ചൂസിയാണ്. അങ്ങനെ ചൂസി ആയിട്ട് വെച്ചിട്ട് ഒരാളെ എടുത്താലേ പറ്റൂ. അല്ലാതെ എല്ലാവരും വരുന്നെന്ന് പറഞ്ഞാൽ വരുന്നവരെ എല്ലാവരെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ചൂസി ആയിട്ട് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ കൂടെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ നമ്മളുടെ കമ്പാനിയൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഹ്യൂമൻ കണക്ഷൻസ് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു അവർ സോൾ. നമ്മളുടെ സോളിന് അറിയാം എന്ത് വേണമെന്ന്. അപ്പം ഒരു ദൃഢനിശ്ചയം അതിനകത്ത് എപ്പോഴും കാണും. സോൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അത് മാത്രമേ പിന്നീട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് ലൈഫ് ലോങ് കൊണ്ടു നടക്കാനും സാധിക്കത്തുള്ളൂ. നമ്മളുടെ മനസ്സ് വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു കമ്പാനിയനെ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടു നടക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും. നമ്മൾ ഫുൾ ഓൺ അഡ്ജസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ സോളും നമ്മളെ മനസ്സിലാക്കുന്ന, കറക്റ്റായിട്ട് നമ്മളെ അറിയാവുന്ന നമ്മളുടെ സോള് പറയും ഇന്ന ആൾക്കാരെ എടുത്തോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുമ്പോഴായിരിക്കും നമുക്കെപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം കിട്ടുന്നത്. അപ്പം അത്രയ്ക്ക് കറക്റ്റായിട്ട് നമ്മളെ അറിയാവുന്ന സെൽഫ് ആയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പല ഘടകങ്ങളും, എലമെൻസും എക്സ്റ്റേണൽ എലമെൻസും കാണും പ്രഷറൈസ് ചെയ്യാനും വേണ്ടി മാത്രം. പക്ഷേ ഇതൊന്നും നമ്മളുടെ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ചെയ്യാനായിട്ട് അവിടെ കാണും, പക്ഷേ അതൊരിക്കലും സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സോൾ സമ്മതിക്കത്തില്ല. സോൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. പല പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും വെൽത്തും കാര്യങ്ങളൊക്കെ കാണിച്ച് സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും പക്ഷേ അതൊന്നും സോളും മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സൊസൈറ്റി തന്നെ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കാം ഹീ ഈസ് ഗുഡ് ഫോർ യു ഓർ ഷീ ഈസ് ഗുഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി തന്നെ കുറേ സജഷൻസ് വെക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കമ്പാനിയനെ ചൂസ് ചെയ്യുന്നത് എപ്പോഴും സോളായിരിക്കും. അതൊരു ഡിവൈൻ പേർപ്പസ് ആണ്. അത് വെറുതെ ഒരു എന്തെങ്കിലും റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നതല്ല. അതിനകത്തൊരു ഡിവിനിറ്റി ഉണ്ട്. ഈ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനെയും മെറ്റീരിയലിസത്തിനെയും എല്ലാം റിജക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, ആ വിൽ പവർ ഉള്ളത് നമ്മളുടെ സോളിന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളുടെ ലൈഫ് ലോങ് കൊണ്ടുനടക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പാനിയൻസിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരേ ഒരു ഡ്യൂട്ടി, ആ ഒരു ഡ്യൂട്ടിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മളുടെ സോള്. അതുകൊണ്ട് തന്നെയാണ് ഈ സൊസൈറ്റൽ പ്രഷർ ആണെങ്കിലും നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മെറ്റീരിയലിസം ആണെങ്കിലും ഈ കാര്യങ്ങളൊന്നും നമ്മളുടെ സോളിനെ എഫക്റ്റ് പോലും ചെയ്യാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മളുടെ ഈ പോയത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു.